ഹായ് ആൾ, V4Civil പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ ടോപ്പ് 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. The collapsible soil is associated with options: A. Dunes, B. Laterite, C. Loess, D. Black cotton soil. Answer option C. Loess. 2. In a wet soil mass, air occupies 1/6 of its volume and water occupies 1/3 of its volume. The void ratio of the soil is options: option A 0.5, B 0.75, C 0.9 and D 1. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ ഡി 1. സ്റ്റെപ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള വോളിയം ഓഫ് എയർ, വോളിയം ഓഫ് വോയിഡ്, വാട്ടർ എല്ലാം തന്നിട്ടുണ്ട്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ ഇസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The specific gravity of a soil sample is 2.7 and its void ratio is 0.945. When it is fully saturated, the moisture content of the soil will be options: option A 25%, B 30%, C 35%, D 40%. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസേഴ്സ് ഓപ്ഷൻ സി 35%. അപ്പോൾ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ഫുള്ളി സാച്ചുറേറ്റഡ് ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 1 ആണ്. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ W=SE/G, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാട്ടർ ഇൻ സോയിൽ cannot be removed by oven drying? Options: A. Gravity water, B. Capillary water, C. Hydroscopic water, D. Structural water. Answer is option D. Structural water. The next question. The predominant mineral responsible for shrinkage and swelling in black cotton soil is options: A. Illite, B. Kyolinite, C. Mica, D. Montmorillite. Answer is option D. Montmorillite. 6. A relative density of 71% indicates which type of soil? Options: A. Dense soil, B. Very dense soil, C. Medium soil, D. Very loose soil. Answer is option A. Dense soil. അപ്പോൾ ഇതിലൊരു ടേബിൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇതിൽ ഓരോ റിലേറ്റീവ് ഡെൻസിറ്റിയും അതിൻ്റെ ഏത് തരം സോയിലാണെന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ പ്രകാരം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലെ പല ടേബിൾസ് ഉണ്ട്, അതിനി വരുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാം. Next question. When particles are arranged in cubical array, the maximum void ratio is options: option A 47.6, B 91%, C 35% and D 83.3%. Answer is option B 91%. ഇപ്പോൾ ക്യൂബിക്കൽ അറേ ആണെങ്കിൽ നമ്മൾ മാക്സിമം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 91%, മാക്സിമം പൊറോസിറ്റി എന്ന് പറയുന്നത് 47.6% ആണ്. ഇനി പ്രിസ്മോയിഡ് അറേ ആണെങ്കിൽ മിനിമം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 35%, മിനിമം പൊറോസിറ്റി എന്ന് പറയുന്നത് 25.9% ആണ്. ഈ വാല്യൂസ് ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. With addition of lime in soil, options: A. Liquid limit increases, B. Plasticity index increases, C. Liquid limit change very slightly and PL increases, option D. Liquid limit and plastic limit both decrease. Answer is option C. Liquid limit changes very slightly and plastic limit increases. Okay. Question number 9. Consistency as applied to coarse soils is an indicator of its dash. Options: A. Shear strength, B. Density, C. Moisture content and D. Porosity. Answer is option A. Shear strength. Question number 10. The ratio of dry weight to unit weight of water represents options: A. Specific gravity of soil solids, B. Specific gravity of soil mass, C. Specific gravity of dry soil, and option D. Shrinkage ratio. Answer is option D. Shrinkage ratioയുടെ ഡെഫിനിഷൻ തന്നെ ഒരു ഇക്വേഷൻ തന്നെ ഉണ്ട്, അതായത് റേഷ്യോ ഓഫ് ഡ്രൈ വെയിറ്റ് ടു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സോയിൽ വിത്ത് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് 15 is which type of soil? Options: A. Low plastic, B. Medium plastic, C. Highly plastic and D. Very highly plastic. Answer is option B. Medium plastic. ഇപ്പോൾ പ്ലാസ്റ്റിറ്റി ഇൻഡെക്സും സോയിൽ ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്, ഒരു ടേബിളുണ്ട്, ടേബിൾ പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Question number 12. Uniformity coefficient for poorly graded soil is options A2, B1, C7, D3. Answer is option B1. അപ്പം നമ്മളൊരു യൂണിഫോംലി ഗ്രേഡഡ് സോയിൽ അല്ലെങ്കിൽ പോർലി ഗ്രേഡഡ് സോയിൽ ആണെങ്കിൽ 1ഉം ഗ്രേവൽ ആണെങ്കിൽ C is greater than 4 ആൻഡ് സാൻഡ് ആണെങ്കിൽ C is greater than 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A soil has a discharge velocity of 6 into 10 raised to minus 7 meter per second and void ratio of 0.5. Its seepage velocity is, options are 18 into 10 raised to minus 7 meter per second, B 12 into 10 raised to minus 7 meter per second, C 6 into 10 raised to minus 7 meter per second, and D 3 into 10 raised to minus 7 meter per second. സോ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ എ 18 into 10 raised to minus 1 meter per second. നമുക്ക് പൊറോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. N is equal to E by 1 plus E. വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, അത് വെച്ച് പൊറോസിറ്റി കണ്ടുപിടിക്കാം. ഇനി സീവേജ് വെലോസിറ്റി ഇക്വേഷൻ ഉണ്ട്. V is equal to V by പൊറോസിറ്റി. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 18 into 10 raised to minus 1 meter per second കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. If the activity of a clay sample is 0.9, then it is classified as options A inactive, B normal, C active, and D none of this. So answer is option B normal. അപ്പം ആക്ടിവിറ്റിയും ക്ലാസിഫിക്കേഷനുള്ള ടേബിൾ ഉണ്ട്. ലെസ് ദാൻ 0.75 ആണെങ്കിൽ ഇനാക്റ്റീവ്, 0.75 to 1.25 ആണ് നോർമൽ, ഗ്രേറ്റർ ദാൻ 1.25 ആണെങ്കിൽ ആക്റ്റീവ്. നമ്മുടെ ക്വസ്റ്റനിൽ 0.9 ആയിരുന്നു, അത് നോർമൽ റേഞ്ചിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൻസിറ്റിവിറ്റി of 6 indicates that soil specimen is dash. Options A normal sensitive, B sensitive, C extra sensitive, D quick sensitive. Answer is B sensitive. Sensitivity soil classification നമ്മുടെ ടേബിളുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് 6 ആണ്, അത് വരുന്നത് 4 to 8 അതിലുള്ള സെൻസിറ്റീവ് റേഞ്ചിലാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി സെൻസിറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16. A soil is friable at plastic limit if the toughness index is dash. Options A less than 1, B 1.5, C 2, option D greater than 2. Answer is option A less than 1. 17. Meniscus correction in hydrometer reading is options A negative, B positive, C compensating, D none of this. Answer B positive. 18. How does the presence of organic content in the soil affect permeability? Options A increases permeability, B decreases permeability, C no change in permeability, D none of this. Answer B decreases permeability. 19. Shape of a clay particle is dash. Options A round, B flaky, C cuboidal, D none of this. Answer option B flaky. 20. Which of the following has the highest specific surface area? Options A quartz, B kyelinite, C illite, D montmorillonite. Answer is option D montmorillonite. 21. The calibration temperature of hydrometer is dash degree Celsius. Options A 25, B 26, C 27, D 28. Answer is C 27. 22. In the assumptions of Darcy's law, the Reynolds number should be options A less than 1, B greater than 1, C equal to 1, D greater than 12. Answer is option A less than 1. 23. The relation between permeability and dynamic viscosity is options A directly proportional, B inversely proportional, C independent, D none of this. Answer is option B inversely proportional. Permeability ഡൈനാമിക് വിസ്കോസിറ്റിയും പൊറോസിറ്റിയും തമ്മിലുള്ള റിലേഷനുള്ള ഇക്വേഷനാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Allen-Heisen equation is valid for particle size of soil. Options A 0.1 mm to 3 mm, B 3 mm to 6 mm, C 6 mm to 9 mm, D less than 0.1 mm. Answer is option A 0.1 mm to 3 mm. K is equal to C into D10 the whole square ആണ് നമ്മുടെ Allen-Heisen equation എന്ന് പറയുന്നത്. 25. In the case of stratified soil layers, the best equation that can be adopted for computing the pressure distribution is option A Pandrel's, B Skempton's, C Westergaard's, D Bosnick. Answer option C Westergaard's. 26. A flow net is drawn to obtain dash.
Option A, seepage, coefficient of permeability and uplift pressure. B, coefficient of permeability, uplift pressure and exit gradient. C, exit gradient, uplift pressure and seepage quantity. D, exit gradient, seepage and coefficient of permeability. Answer is option C, exit gradient, uplift pressure and seepage quantity. 27. The configuration of flow net depends upon dash. Options A, the permeability of soil. B, the difference in the head between upstream and downstream sides. C, the boundary conditions of flow. D, the amount of seepage that takes place. Answer C, the boundary conditions of flow. 28. A uniform collapsible sand stratum 2.5 meter thick has specific gravity of its sand as 2.65 with a natural void ratio of 0.65. The hydraulic head required to cause quick collapsible sand condition is options A, 2.5, B, 2.75 meter, C, 3.25 meter, D, 3.5. നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 2.5 ആണ്. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി 2.6 തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ 0.6 തന്നിട്ടുണ്ട്, ഐസഡ് ഇക്വേഷൻ ഉണ്ട്, G-1/1 C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മൾ റിക്വയർഡ് ഹെഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ 2.5. ഓപ്ഷൻ എ 2.5 meter. 29. The contact pressure distribution under a rigid footing on a cohesionless soil would be options A, uniform throughout. B, 0 at the center, maximum at edges. C, 0 at edges, maximum at center. D, maximum at edge and minimum at center. Answer is option C, 0 at edges and maximum at center. 30. An isobar is a line which connects all points below the ground surface at which options A, the local ground elevation is same. B, settlement is same. C, vertical stress is same. D, the ground elevation is varying. Answer is option C, vertical stress is same. 31. Tersagi's consolidation theory is applicable to one-dimensional consolidation test. Options A, for small load increment ratios. B, for large load increment ratios. C, for load increment ratios of nearly 1. D, in the situations where there is no excess pore pressure. Answer is option A, for small load increment ratios. Okay. 32. Reduction in volume of soil primarily due to squeezing out of water from the voids is called options A, primary consolidation. B, plastic flow. C, creep. D, secondary consolidation. Answer is option A, primary consolidation. 33. During the consolidation of a clay layer, if instead of double drainage, the drainage is allowed at single phase only, the rate of compression will be dash. Options. Option A, 4 times slower. B, 4 times faster. C, 2 times slower. D, 2 times faster. Answer is option A, 4 times slower. 34. Considerable loss of shear strength due to shock or disturbance is exhibited by options A, under consolidated clay. B, normally consolidated clay. C, over consolidated clay. D, organic soil. Answer is option A, under consolidated clay. 35. Settlement due to creep in soils is contingent on options A, primary consolidation. B, secondary consolidation. C, initial settlement. D, compaction settlement. Answer is option B, secondary consolidation. 36. When a structural load is applied on a soil stratum, which of the following soil types will have the minimum settlement? Options A, over consolidated clay stratum. B, clay silt stratum. C, normally consolidated clay stratum. D, sandy clay stratum. Answer is option A, over consolidated clay stratum. 37. Sheep foot rollers are recommended for compacting. Option A, granular soil. B, cohesive soil. C, hard rock. D, any type of soil. Answer is option B, cohesive soil. 38. Soil is compacted at which one of the following when a higher compactive effort produces highest increase in dry density? Options. Option A, optimum water content. B, dry side of optimum moisture content. C, wet side of optimum moisture content. D, saturation moisture content. Answer is option B, dry side of optimum moisture content. 39. In the consolidated drain test on a saturated soil sample, pore water pressure is 0 during
Options: A. Consolidation stage only. B. Shearing stage only. C. Both consolidation and shearing stage. D. Loading stage. Answer is option C. Both consolidation and shearing stages. 40. Which one of the following different types of submerged soils is susceptible to liquefaction under earthquake shocks? Options: A. Dense sand. B. Soft clay. C. Loose silt. D. Fissure clay. Answer is option C. Loose silt. 41. The correct sequence of given parameters in descending order of earth pressure intensity is: Options: A. Active, passive, at rest. B. Passive, active, at rest. C. Passive, at rest, active. D. At rest, passive, active. Answer is option C. Passive, at rest, active. 42. The nature of earth pressure above dredge line between a cantilever sheet pile waters. Options: A. Active. B. Passive. C. Passive and active. D. At rest. Answer is option A. Active. 43. The earth pressure behind a bridge abutment is: Options: A. Active. B. Passive. C. Passive and active. D. At rest. Answer option D. At rest. 44. Influence factor for immediate settlement of footing depends on its: Options: A. Size and shape. B. Rigidity alone. C. Location and size. D. Size, shape, rigidity and location. Answer is option D. Size, shape, rigidity and location. 45. The minimum bearing capacity of a soil under a given footing occurs when the groundwater table location is set. Options: A. The base of footing. B. Ground level. C. A depth equal to 1/2 the width of footing. D. A depth equal to width of footing. Answer is option B. Ground level. 46. In the engineering news record formula for determining the safe load carrying capacity of pile, the factor of safety used is: Options: A. 2.5. B. 3. C. 4. D. 6. Answer is option D. 6. Engineering news record formula ആണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. So you can refer the formula. Next question. In under-reamed pile construction, the ratio of shaft diameter to bulb diameter is: Options: A. 1/1.5. B. 1/2. C. 1/2.5. D. 1/4. Answer is option C. 1/2.5. 48. Which one of the following tests be done without undisturbed sampling? Options: A. Shear strength of sand. B. Shear strength of clay. C. Determination of compaction parameters. D. Atterberg limits. Answer is option B. Shear strength of clay. 49. The observed value from a standard penetration test conducted in saturated sandy strata is 30. The N value corrected for dialectancy may be taken as: Options: A. 15. B. 20. C. 23. D. 39. Answer is option C. 23. Dialectancy correction equation apply ചെയ്തിട്ടുള്ള values അതിൽ കാണിച്ചിട്ടുണ്ട്. So it's rounded off to 23. Last question. A differential free swell test on a soil gives a value of differential free swell of 40%. What is the degree of swelling? Options: A. Low. B. Medium. C. High. D. Very high. Answer is option C. High. അപ്പം ഈ ഒരു ഡിഫറൻഷ്യൽ ഫ്രീ സ്വെൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള എത്രത്തോളം പെർസെൻറ്റേജ് ആണെന്നും അതിൻ്റെ ഏത് ഡിഗ്രി ഓഫ് എക്സ്പാൻസീവ്നെസ് ആണെന്നുള്ള ടേബിളാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് 40% ആണ് സ്വെൽ വന്നിരിക്കുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈ ആണ് ആൻസർ. സോ നമ്മുടെ ജിയോ ടെക്നിക്കലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.